ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 2-3 ദിവസം മുമ്പ് ഇച്ചൂസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അന്നത്തെ ദിവസം ഞങ്ങൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തതെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണിത്. ഇച്ചൂസിനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ നമ്മളെ തൊട്ടടുത്തുള്ള നെസ്റ്റോയിലോട്ടാണ് പോകുന്നത്. നെസ്റ്റോയിൽ പോയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ കേക്കിൻ്റെ സെക്ഷനിൽ പോയിട്ട് അതിൽ നിന്നൊരു കേക്കൊക്കെ സെലക്ട് ചെയ്ത് എന്നിട്ട് അതിൽ മറ്റേ ഹാപ്പി ബർത്ത്ഡേ ഇച്ചു എന്ന് എഴുതാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ ഇലക്ട്രോണിക്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഇച്ചൂസിന് കൂടുതലും കളിക്കുന്നതിലൊക്കെ ഇഷ്ടം കാറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് എന്നാൽ നമുക്ക് കാറ് മേടിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ കുറേ ഓരോന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. കാറ് വേണോ? ഏത് കാറ് വേണ്ടേ? അല്ലെ ഇച്ചിന് കാറ് വേണോ? എത്ര പ്രാവശ്യം വേണം? കണ്ണൊക്കെ തുടക്ക്. അങ്ങനെ നമ്മളെ ബർത്ത്ഡേ ബോയ് ഇതേ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് 2-3 ദിവസത്തെ വീഡിയോ ആണ്. ഗിഫ്റ്റ് മേടിക്കാൻ പോയതും ബർത്ത്ഡേയുടെ അന്നത്തതും പിന്നെ അതുപോലെ തന്നെ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ആക്കണതിൻ്റെ ഒക്കെ വീഡിയോ. അപ്പോൾ 2-3 ദിവസത്തെ വീഡിയോ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത്. ഹാപ്പി ബർത്ത്ഡേ ഇച്ചുവിന്റെ എന്താ പറയാ അതല്ല കേക്കുമ്പല് പേരെഴുതിയേക്കണത് പോയി ഫസ്റ്റ് തന്നെ തൊട്ട് കൊളാക്കി. അല്ലെങ്കിൽ കേക്ക് ഇഷ്ടല്ലാത്ത ആളാണ്. ഇച്ചുവിന്റെ ഫോട്ടോ വെക്കാൻ ആശിക്കേ ഇച്ചൂസിൻ്റെ ഫോട്ടോ TV-യിൽ കാണണം എന്ന് പറഞ്ഞിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇച്ചൂസിന് മനസ്സിലായി ബർത്ത്ഡേ ഒക്കെ ആണെന്ന്, ചെറുതായിട്ടൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നു. ബർത്ത്ഡേ എന്നല്ല, എന്തോ ഹാപ്പി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേക്കിൻ്റെ ഈ കേക്ക് എന്ന് വെച്ചാൽ എന്തോ നട്ട്സൊക്കെ ഉള്ള എന്തോ ഒരു കേക്കാണ്. എനിക്ക് അത്ര വല്ലാണ്ട് ഇഷ്ടമല്ല ഇങ്ങനത്തെ നട്ട്സുള്ള കേക്ക്. പക്ഷേ ഷിക്കുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഷിക്കുവിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇങ്ങനത്തെ കേക്ക് വാങ്ങിയത്. പിന്നെ എന്താ പറയുക, അതുമ്മലുള്ള സെറ്റിങ്സ് അലങ്കാര പരിപാടികളാണ് ഇപ്പോൾ ഷിക്കു ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ക്യാൻഡിലൊക്കെ വെച്ച് എല്ലാത്തുമ്മലും തീയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ പറയ്. എന്തൊരു തന്ത വൈബണത്. ഇത് ഊതാ നിക്കണത് പറയാൻ നിക്കുന്ന ഞാൻ പറയേണ്ടത്. കട്ടേ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ചുനൊക്കെ പിന്നെ കൊടുത്താൽ മതി. ഉനക്ക് വേണ്ട, കേക്കൊന്നും കഴിക്കില്ല. പിന്നെ ഇച്ചൂസിന് അങ്ങനെ കേക്കൊന്നും വലിയ ഇഷ്ടമല്ല. വല്ലപ്പോഴും ഒരു ചെറിയ പീസ് കഴിച്ചാലായി. മിഠായിയൊക്കെ നന്നായിട്ട് കഴിക്കുമെങ്കിൽ കേക്കൊന്നും അങ്ങനെ അത്ര വല്ലാണ്ട് കഴിക്കണമെന്നൊന്നും കണ്ടിട്ടില്ല. പിന്നെ ബർത്ത്ഡേക്ക് വേറെ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 3 പേരും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളേതായ രീതിക്കൊരു കുഞ്ഞു സന്തോഷം. എനിക്ക് ബർത്ത്ഡേയുടെ അന്ന് എന്തായാലും ഒരു കേക്ക് മുറിക്കൽ നിർബന്ധമാണ്. അതാണ് മെയിനായിട്ട് എനിക്കുള്ളത്. മമ്മാക്ക് തന്ന കേക്ക് ഇതിന്നൊരു പീസ് എടുത്തിട്ട് മമ്മാക്ക് തരണം കേട്ടാ. മമ്മാക്ക് താ അങ്ങോട്ട് കൊടുക്ക്. ഒരു പീസ് ഇത് പാപ്പാക്ക് താ. ഇനി ഞങ്ങൾ ഇച്ചൂസിന് ആ കാറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഷെർമിത്താടെ റൂമിലാണ് അത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നത്. അവരിപ്പോൾ അവിടെ ഇല്ല, നാട്ടിലാണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ പോയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. How is it, Ichu? How is it? Ichu, look, Papa. നമുക്ക് തുറക്കാം, ഡോറൊക്കെ തുറക്കാം. ഡോറ് പാപ്പ തുറന്നുതരാം. Sit. Ichu, do you like it? Ichu, do you like it?
ലുക്ക് അറ്റ് മീ ഓർക്ക് ഇത് നോക്കാനോ നാളെ നോക്കാനോ ടൈമില്ല. അത് വലിച്ചിട്ട് ഇങ്ങനെ വലിക്ക്. ലൈക്ക് ദിസ് ആൻഡ് ക്ലോസ്. ഇനി പറയ്. Do you like this? ഇങ്ങോട്ട് നോക്കിയിട്ട്. Yes. Do you like this? How much? Correct. Thank you, Papa എന്ന് പറ. ഇങ്ങോട്ട് നോക്കി. Thank you, Papa and Mama എന്ന് പറ. Thank you. Papa. Mama. ഇങ്ങനെ ആക്ക്. So, give a kiss to Papa. ഓണാക്കി. ചൂടണില്ലേ? ഫസ്റ്റ് തന്നെ പാപ്പ ആക്സിഡന്റ് ആക്കി. പാപ്പാക്ക് ഡ്രൈവിംഗ് വലിയ വശമില്ല കേട്ടാ. ഫസ്റ്റ് തന്നെ മതി അവരുടെ മുന്നിൽ കൂടെ പോയിട്ട് അടിക്കൂട്ടാ. ശരിക്കും ഒന്ന് ഞങ്ങൾ നെസ്റ്റോയിൽ പോയപ്പോൾ വേറൊരു കാറാണ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇതിനെക്കാട്ടിലും നല്ല വലിപ്പമുണ്ട്. പക്ഷേ അതെന്തുകൊണ്ട് എടുക്കാഞ്ഞത് നന്നായിന്ന് ഇപ്പം തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എടുത്തിരുന്നെങ്കിൽ റൂമിലേക്കൊന്നും കയറൂലായിരുന്നു. ഇതന്നെ ഒരു ലെവലിലേക്കാണ് കയറിയത്. ഇച്ചൂസിനെ കാറിലിരുത്തിയിട്ട് ജസ്റ്റ് ആ കോറിഡോറിൻ്റെ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയതിന് ശേഷം നമ്മൾ നേരെ റൂമിൽ വന്നിട്ട് ഗിഫ്റ്റ് ഓപ്പൺ ആക്കി നോക്കുകയാണ്. ഇത് തലേ ദിവസം തന്നെ ഷിക്കുവിൻ്റെ അനിയൻ കൊറിയറായിട്ട് അയച്ചതാണ് ഇത്. അപ്പോൾ അതിലെന്തൊക്കെയാന്ന് നോക്കാം. അതിന് കറക്റ്റ് എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. You like it? How much? റിമോട്ട് കാർ കിട്ടിയില്ലേ അച്ചുനെ? Thank you പറയ്. Thank you പറ. Thank you പറഞ്ഞേ. Thank you തീ നോക്കി പറ. Thank you തീ നോക്കി പറ. പറയ് thank you പറ. Thank you പറയ്. അടുത്തതെന്താ? ഇങ്ങനെ ആക്കിച്ചു. എവിടെ നോക്കട്ടെ? Thank you ഇത് പറയാണ്ട് തന്നെ പറഞ്ഞത്. ഇതെന്താ? താങ്ക് യു ഇനിയിപ്പോ താങ്ക് യു വാട്ടർ ബോട്ടിൽ നോക്കിയ ഡ്രസ് എങ്ങനെ നോക്കിച്ചു കാണിച്ചായോ ഞങ്ങൾക്കും കൂടി കാണിച്ചായോ ഓരോന്നായിട്ടൊക്കെ ഇതെടുക്കണം കേട്ടാ വാട്ടർ ബോട്ടില് ഇതൊക്കെ പിടിച്ചിട്ടുള്ളത് എടുക്കണം നോന്ന് അതൊന്നും നോന്ന് അതൊക്കെ നോ ഇനി എന്താ വേണ്ടത് ആൾക്ക് വേണ്ടത് അങ്ങനെ ഗിഫ്റ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ എന്താ പറയുക ബാക്കിയുള്ള കേക്ക് ഇങ്ങനെ ഓരോ പീസുകളാക്കിയിട്ട് ആക്കി വെക്കണം ഫ്ലാറ്റിലൊക്കെ കൊടുക്കാൻ വേണ്ടി. കൈ മാത്രം എടുത്തോട്ടെ താങ്ക് യു പറയേ ഇനി നമ്മൾ നേരെ മറ്റേ പുതിയ ഫ്ലാറ്റിലുള്ള ആൾക്കാർക്കും കൂടി കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഈ കാറിന് എന്താ പറയുക മാനുവലായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ റിമോട്ട് കൺട്രോളിലും യൂസ് ചെയ്യാം. ഇപ്പം ഈ ഇച്ചു പോണത് ഷിക്കു റിമോട്ട് കൺട്രോൾ ബാക്കിൽ കൂടെ അത് യൂസ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റോട്ടിൽ കൂടെ. എന്തായാലും സെറ്റായിരുന്നു ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ നിൽക്കുന്ന ഫ്ലാറ്റിൽ തന്നെ ഒരു ശ്രീലങ്കൻ ഒരു കപ്പിളുണ്ട്. അപ്പം അവരും ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു അയൺമാൻ്റെ മാസ്കും പിന്നെ മറ്റേ കട്ട പോലത്തെ ഒരു സംഭവമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എൻ്റെ ഇപ്പോൾ കാണുന്നില്ല, ഫോണിൽ നോക്കിയിട്ട്. അവർ തന്നിട്ടുള്ളതും പിന്നെ നമ്മളെ ഫാസിൽക്ക ഷർമിത്ത തന്ന ഗിഫ്റ്റാണ് ഇതേ ഇപ്പോൾ ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുന്നത്.